ിലേക്ക് ഉയരാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഒരു വിശ്വാസം ഇല്ലാത്തയിടത്തോളം കാലം ഒരടി പോലും നിങ്ങൾക്ക് മുമ്പിൽ വെക്കാൻ സാധിക്കില്ല. സോ സെറ്റ് യുവർ ഗോൾ. വെൻ നരേന്ദ്ര മോഡി, Indian Prime Minister, set his goal to get himself converted from a tea seller to Prime Minister of India, he could achieve that. A grandson of a Kenyan cook could become President of America. One among 13 children from a fisherman family could become world-renowned Indian scientist Dr. APJ Abdul Kalam and also President of India. One among the poorest family member could become Chief Minister of Kerala. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മളുടെ ജീവിതത്തിൽ നമ്മളൊരു ടാർജറ്റ് വെച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഏത് അച്ചീവ്മെൻ്റ് ആണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അവിടേക്ക് എത്താൻ സാധിക്കും. അതല്ല എങ്കിൽ നമ്മളിങ്ങനെ ഒരു പർപ്പസ് ഇല്ലാതെ ജീവിക്കുകയാണെങ്കിൽ we will not reach anywhere. Dr. C.V. Raman നോബൽ പ്രൈസ് കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ ഇൻസ്ട്രുമെന്റ് 189 റുപ്പീസാണ്. ആ 189 റുപ്പീസ് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഡോക്ടർ C.V. രാമൻ നോബൽ പ്രൈസ് കിട്ടിയ രാമൻ ഇഫക്റ്റ് എന്ന കണ്ടുപിടുത്തം ഉണ്ടാക്കിയത്. അമേരിക്കയിലും ഇംഗ്ലണ്ടിലുമെല്ലാം അവിടുത്തെ പ്രൊഫസർമാര് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഡോളർ ചെലവഴിച്ച് അവര് എക്യുപ്മെന്റ് ഉണ്ടാക്കി അതിൽ നിന്ന് റിസൾട്ടുകൾ ഉണ്ടാക്കി അവര് നോബൽ സമ്മാനം വാങ്ങിക്കുമ്പോൾ ഡോക്ടർ C.V. രാമൻ കുഡ് അച്ചീവ് ആൻഡ് കുഡ് ഗെറ്റ് നോബൽ പ്രൈസ് by doing hard work and research, spending 189 rupees worth equipment, by making an equipment 189 rupees worth. So what I wanted to convey you, when you set your goal, ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്നു എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഞാൻ പ്രതീക്ഷിച്ച അത്രയും ഇംപ്രസീവ് അല്ല. നിങ്ങൾ വിദ്യാർത്ഥികളുടെ നിങ്ങൾ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്, ഒരാളും വാച്ച് നോക്കുന്നില്ല, ഒരാളും കോട്ടുവായ വിടുന്നില്ല, ശ്രദ്ധിച്ചാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോഴത്തേക്കും ഐ എം നോട്ട് ഇൻ എ പൊസിഷൻ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് യുവർ മെന്റൽ ആറ്റിറ്റ്യൂഡ്. ബട്ട് സ്റ്റിൽ ഐ വുഡ് ലൈക്ക് ടു സേ, നമുക്ക് ജീവിതത്തിൽ ഏത് നേട്ടം ഉണ്ടാക്കണമെങ്കിലും അത് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. മനസ്സിനെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ട് ഏത് വെല്ലുവിളികളെയും നേടാനുള്ള ഒരു ചങ്കൂറ്റം ഉണ്ടാക്കിയാൽ, ജീവിതത്തിൽ എന്തായി തീരണമെന്ന് തീരുമാനിച്ചാൽ അത് ഈ കാലഘട്ടത്തിൽ ആയിത്തീരാൻ ഒരു വിഷമവും ഇല്ല. ബട്ട് ദാറ്റ് ഈസ് ദി ഇച്ഛാശക്തി ഇൻ ദ മൈൻഡ്. മനസ്സിനകത്ത് അതായി തീരണമെന്നൊരു ചങ്കൂറ്റം ഉണ്ടാവണം. തലച്ചോറിനകത്ത് അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ ആൻഡ് കറക്ഷൻ ഓഫ് ദ നോളജ്, വാല്യൂ ബേസ്ഡ് നോളജും മോഡേൺ നോളജും നമ്മൾ തലച്ചോറിനകത്ത് വെക്കാം. എവറി മിനിറ്റ് ആക്റ്റീവ്ലി ഇൻവോൾവ്ഡ് ഇൻ ദ വർക്ക്, എല്ലാ മിനിറ്റിലും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കാം. When you are doing like this, I am sure that you can achieve the goal. ഞാൻ കുറച്ച് മുമ്പ് നിങ്ങളോട് പറഞ്ഞു, എല്ലാ നോളജും സ്കൂളിൽ നിന്ന് കിട്ടില്ല, എല്ലാ നോളജും പുസ്തകത്തിൽ നിന്ന് കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെത്താനെ യു ഹാവ് ടു ഗോ ഔട്ട്സൈഡ് ഫോർ ലിസണിങ്. പല സ്പീച്ചുകൾ കേൾക്കണം. ഇന്ന് ലോകത്തിൽ സ്പീച്ച് കേൾക്കാനും കാണാനുള്ളത് കാണാനും ഒരു ബുദ്ധിമുട്ടും ഇല്ല. ലിസണിങ് ആൻഡ് വാച്ചിങ് നോട്ട് അറ്റ് ഓൾ ഡിഫിക്കൽട്ട്. സപ്പോസ് യു വാണ്ട് ടു ലിസൺ എ സ്പീച്ച് ഓഫ് ആൽബർട്ട് ഐൻസ്റ്റീൻ, ഇന്ന് നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ യൂട്യൂബിൽ ചെല്ലുക, അതല്ലെങ്കിൽ ഗൂഗിളിൽ ചെന്നിട്ട് സെർച്ച് കൊടുത്തിട്ട് സ്പീച്ചസ് ഓഫ് ആൽബർട്ട് ഐൻസ്റ്റീൻ കൊടുക്കുക. മിക്കവാറും നിങ്ങൾക്ക് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സ്പീച്ച് കിട്ടും.
അതല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മഹാന്റെ സ്പീച്ചാണ് വേണ്ടതെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഡിഫിക്കൽട്ട് ഫോർ യു ടു ഗെറ്റ്. നിങ്ങൾക്ക് ഒരാൾക്ക് ബയോടെക്നോളജി പഠിക്കണം എന്ന് വിചാരിക്കുക. എനിക്ക് ബയോടെക്നോളജി, ഞാനിപ്പോൾ +2 ലെവലിലാണ്. +2 ലെവലിൽ നിന്ന് BTech പോകുന്നതിന് മുമ്പ് എനിക്കിഷ്ടപ്പെട്ട സബ്ജക്റ്റ് ബയോടെക്നോളജി പഠിക്കണം. യു ജസ്റ്റ് ഗോ ടു ഗൂഗിൾ സെർച്ച് ആൻഡ് ഗീവ് ബയോടെക്നോളജി സ്പീച്ചസ് ഓഫ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവാത്തവർ കൈവക്കോ? മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ, അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ, അല്ലെങ്കിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ, അതല്ല ഇന്ത്യക്കാരൻ IIT ബോംബെയിലെ ഒരു പ്രൊഫസറുടെ സ്പീച്ച് കേൾക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ IIT ബോംബെയിൽ പോവണ്ട. നിങ്ങൾ നേരെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൽ ഗൂഗിൾ സെർച്ച് കൊടുത്തിട്ട് IIT പ്രൊഫസേഴ്സ്, IIT ബോംബെ പ്രൊഫസേഴ്സ് എന്ന് കൊടുക്കുക. ഒരു ലിസ്റ്റ് വരും. ആ ലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അവർ സ്പീച്ചസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വീട്ടിലിരുന്ന് കേൾക്കാൻ പറ്റും. നിങ്ങൾ ബോംബെയിൽ പോവണ്ട. അപ്പൊ ഈ ലോകത്തിലുള്ള ഏത് പ്രസിദ്ധരായിട്ടുള്ള പ്രൊഫസർമാരുടെയും സ്പീച്ചസ് നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ ഒരു സ്കൂളിൽ പോയിരുന്നു, ഗവൺമെന്റ് സ്കൂളിലാണ്. അവിടെ ഞാൻ അവിടുത്തെ കുട്ടികളുടെ ഇരിപ്പും അവരുടെ മുഖത്തെ ഇന്തൂസിയാസവും കണ്ടിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച നിങ്ങൾക്കും ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ സാധിക്കും എന്ന് നിങ്ങൾ ഓർമ്മിക്കണം. അതിനെന്താ ആദ്യം വേണ്ടത്? നിങ്ങൾ ഗൂഗിൾ സെർച്ചിൽ പോയിട്ട് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി എന്ന് കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയവും കൊടുക്കുക. അത് കഴിഞ്ഞ് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞാൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരുടെ ഡീറ്റെയിൽ വരും, അവരുടെ ഇമെയിലുണ്ട്. അവരുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. ഞാൻ ഇന്ന സ്കൂളിൽ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്, എനിക്ക് കേംബ്രിഡ്ജിൽ പഠിക്കണമെന്നുണ്ട്, ഐ ആം ഫ്രം എ പുവർ ഫാമിലി, ഐ ഡോണ്ട് ഹാവ് മണി എന്ന് വേണമെങ്കിൽ എഴുതിക്കോളാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെടാൻ പറ്റും. ആ സ്കൂളിലെ കുട്ടികൾ എന്താ ചെയ്തറിയോ? 4-5 പെൺകുട്ടികൾ ഒരുമിച്ച് ചേർന്ന് ഈ കമ്പ്യൂട്ടറിൽ, സ്കൂളിലെ കമ്പ്യൂട്ടറിൽ, അവരുടെ വീട്ടിൽ കമ്പ്യൂട്ടർ ഇല്ല, സ്കൂളിലെ കമ്പ്യൂട്ടറിൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി കൊടുത്ത് ഇവർക്കിഷ്ടമുള്ള വിഷയം കൊടുത്ത് അവിടെയുള്ള പ്രൊഫസർമാരുടെ സ്പീച്ച് കേട്ടിട്ട്, അതിൽ സ്പീച്ചും കൊടുത്തിട്ടുണ്ട്, ഡബിൾ ക്ലിക്ക് ചെയ്താൽ സ്പീച്ച് വരും. ആ സ്പീച്ച് കേട്ടിട്ട് ഇവർ കുറേ പഠിച്ച് ആ വിഷയമൊക്കെ പഠിച്ച് പിന്നെ ആ പ്രൊഫസറുടെ ഇമെയിൽ അതിനകത്തുണ്ട്. ആ ഇമെയിലിൽ ഇവര് കോണ്ടാക്ട് ചെയ്തു, ഞങ്ങൾക്ക് അവിടെ പഠിക്കാൻ വരണമെന്ന് താല്പര്യമുണ്ട്. അപ്പൊ ആ പ്രൊഫസർ എന്ത് ചെയ്തു അറിയോ? അയാൾ ഒരു 10-15 ചോദ്യം ചോദിച്ചു. ആ ചോദ്യങ്ങൾ മുഴുവനും അദ്ദേഹം സ്പീച്ച് കൊടുത്ത വിഷയത്തെക്കുറിച്ചായിരുന്നു. ഈ കുട്ടികൾ ആ സ്പീച്ച് കേട്ടിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ആൻസർ കൊടുക്കുകയും ചെയ്തു. ആ പ്രൊഫസർക്ക് വളരെ വളരെ സന്തോഷമായി. ഇവരൊരു പക്ഷേ അങ്ങോട്ട് അടുത്ത കാലത്ത് പോകുന്നുണ്ടാവും. ഞാൻ എന്തിനാ ഇത് നിങ്ങളോട് പറഞ്ഞറിയോ? നിങ്ങൾക്ക് ഈ ലോകത്തിലെ എത്ര ഉയർന്ന നിലവാരത്തിലേക്ക് എത്തണമെങ്കിലും പണ്ട് അതിന് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് നിങ്ങൾക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇന്റർനെറ്റ്, ഗൂഗിൾ സെർച്ചിലൂടെ പോയാൽ നിങ്ങൾക്കത് ലഭിക്കും എന്നുള്ളത് അറിയുക. അപ്പൊ കുറേ സ്പീച്ചസ് നിങ്ങൾ ഇന്റർനെറ്റിലൂടെ കേൾക്കാം. നിങ്ങൾക്ക് ഉയരാൻ ആഗ്രഹമുള്ള എല്ലാ കാര്യങ്ങളും കണ്ട് യു വാച്ച് ദാറ്റ് വൺ ആൻഡ് യു ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങൾ എന്തെല്ലാമാണോ പഠിച്ചത്, ആ പഠിച്ചത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യാം. ആ ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾ വളരുമ്പോഴാണ് ശരിക്ക് അറിയുക എന്നുള്ളതും ഉൾക്കൊള്ളുക എന്നുള്ളതും. ലേണിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് 2 വാക്കുകളാണ്. ഐ ആം റീഡിങ്, ഐ ആം റൈറ്റിംഗ്, ഐ ആം ലേണിംഗ് ആൻഡ് ഐ ആം അണ്ടർസ്റ്റാൻഡിങ്. ഈ അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് എത്താത്തയിടത്തോളം കാലം ഈ ലേണിംഗ് കൊണ്ട് പ്രയോജനമില്ല. അതുകൊണ്ട് നമ്മൾ നിരന്തരം ലിസണിങ്, വാച്ചിങ്, ഡിസ്കസിങ്, തിങ്കിങ് അത് സാധിക്കണം. എന്താ നിങ്ങൾ കേൾക്കേണ്ടത്? വാട്ട് യു ഷുഡ് ലിസൺ?
നമ്മുടെ ജീവിതത്തെ അൾട്രാ മോഡേൺ നോളജ് കൊണ്ട് ഗ്രേറ്റ് ആവാനും നമ്മളുടെ ജീവിതത്തെ വാല്യൂ ബേസ്ഡ് നോളജ് കൊണ്ട് ഗുഡ് ആക്കാനും യു ഹാവ് ടു ലിസൺ the experiences of other people, the stories, messages and the truth and fact about life. ജീവിതത്തില് നമ്മൾ എങ്ങനെയാ ഗ്രേറ്റും ഗുഡും ആവുക? കുറേ കാര്യങ്ങൾ കേൾക്കണം. ആ കേൾക്കുമ്പോ ഒന്നാമതായിട്ട് കേൾക്കേണ്ടത് നല്ല നല്ല വാല്യൂ ബേസ്ഡ് കഥകള്, നല്ല കഥകൾ കേൾക്കണം. ആ കഥകളിൽ നിന്ന് സന്ദേശങ്ങൾ എടുത്ത് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കണം. ശരിക്കും കഥകളിൽ നിന്ന് സന്ദേശം എടുക്കണം. സോ റിമെമ്പർ, വെൻ യു വാണ്ട് ടു ബിക്കം ഗുഡ് ആൻഡ് ഗ്രേറ്റ്, ട്രൈ ടു ലിസൺ ദ സ്റ്റോറീസ്, ട്രൈ ടു വാച്ച് ദ സ്റ്റോറീസ്, ട്രൈ ടു ഡിസ്കസ് അബൌട്ട് ദ സ്റ്റോറീസ്, ട്രൈ ടു തിങ്ക് അബൌട്ട് ദ സ്റ്റോറീസ്. കഥകള്, നല്ല നല്ല കഥകള് നമ്മുടെ ജീവിതത്തിൽ കേട്ട് ആ കഥകളിൽ നിന്ന് സന്ദേശമെടുത്ത് അതിനെ ജീവിതത്തിൽ നമുക്ക് പകർത്താൻ സാധിക്കണം. അപ്പോൾ കഥകൾ കേൾക്കുക. +1 +2 ലെവലില് അല്ലെങ്കിൽ 10th 11th 12th സ്റ്റാൻഡേർഡില് കഥകൾ കേൾക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയാൻ കാരണം എന്താ അറിയാമോ? ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷമാണ് ഞാൻ MBA ഡിഗ്രി എടുത്തത്. അതിലെ കോണ്ടാക്ട് ക്ലാസ് IIT ബോംബെ ക്യാമ്പസിലായിരുന്നു. ഞാൻ IIT ബോംബെ ക്യാമ്പസിൽ ഈ കോണ്ടാക്ട് ക്ലാസ്സിന് പോയപ്പോൾ 14 ദിവസം രാവിലെ 7 മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് ക്ലാസ്, സാറ്റർഡേ സൺഡേ ഉൾപ്പെടെ. ഞങ്ങളെ പഠിപ്പിച്ചത് ബിസിനസ് മാനേജ്മെന്റ് MBA പഠിപ്പിച്ചപ്പോൾ പഠിപ്പിച്ചത് 4 കാര്യമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട കഥകള്, ബിസിനസ്സുമായി ബന്ധപ്പെട്ട അനുഭവങ്ങള്, ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങള്, ബിസിനസ്സുമായി ബന്ധപ്പെട്ട ജീവിത സത്യങ്ങള്. സോ ദ സ്റ്റോറീസ്, എക്സ്പീരിയൻസസ്, മെസ്സേജസ് ആൻഡ് ട്രൂത്ത് ആൻഡ് ഫാക്ട് അബൌട്ട് ദി ലൈഫ്, ജീവിത സത്യങ്ങള്. ഞാൻ നിങ്ങളോടും പറയുന്നു, വിദ്യാർത്ഥികളായ നിങ്ങള് ഈ ജീവിതത്തെ കുറിച്ചുള്ള കഥകൾ പഠിക്കണം. സ്റ്റോറീസ്, എത്ര കഥകൾ പഠിക്കാൻ സാധിക്കുമോ അത്രയും കഥകൾ പഠിക്കണം. അത് കേട്ടു പഠിക്കാം, കണ്ടും പഠിക്കാം. അതേപോലെ നല്ല ജീവിതാനുഭവങ്ങൾ പഠിക്കണം. ശരിക്കും ജീവിതാനുഭവങ്ങൾ പണ്ട് ജീവിച്ചിരുന്നവരുടെ ജീവിതാനുഭവം പഠിക്കാം. രാമായണത്തിലുള്ള ചരിത്ര പുരുഷന്മാരുടെ ജീവിതാനുഭവങ്ങൾ പഠിക്കാം. രാമായണത്തിൽ നിന്ന് മഹാഭാരതത്തിലുള്ള ചരിത്ര പുരുഷന്മാരുടെ ജീവിതാനുഭവങ്ങൾ പഠിക്കാം. പിന്നെ അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന വിവേകാനന്ദൻ്റെ, അതേപോലെ CV രാമൻ്റെ, അതേപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ, ഇവരുടെ APJ അബ്ദുൽ കലാമിൻ്റെ, ഇവരുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ പഠിക്കണം. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, നിങ്ങൾക്ക് ഇത് പഠിക്കാൻ സാധിക്കുമെങ്കിൽ ഈ ജീവിതത്തിൽ ഏത് ലെവലിലേക്ക് എത്തണമെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അവരുടെ ജീവിതാനുഭവങ്ങൾ പഠിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ ഉയർന്ന ലെവലിലേക്ക് എത്തുക അത്ര എളുപ്പമല്ല. എന്താ കാരണം അറിയോ? ജീവിതത്തിൽ ഒരു ലക്ഷ്യം മുമ്പിൽ വെക്കാതെ പ്രവർത്തിക്കുക എന്നുള്ളത് എളുപ്പമല്ല. എനിക്ക് ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ പോലെ ആകണം, അല്ലെങ്കിൽ എനിക്ക് വിവേകാനന്ദനെ പോലെ ആകണം, എനിക്ക് ഡോക്ടർ CV രാമനെ പോലെ ആകണം, JC ബോസിനെ പോലെ ആകണം. അങ്ങനെ ഒരു ടാർജറ്റ് നമ്മുടെ മുമ്പിൽ വെച്ചില്ല എങ്കിൽ ഏത് ലക്ഷ്യം മുമ്പിൽ കണ്ടുകൊണ്ടാണ് നമുക്ക് പോവാൻ സാധിക്കുക? അതുകൊണ്ട് നല്ല കഥകൾ കേൾക്കണം. ഞാൻ ടീച്ചേഴ്സിനോടും പറയാറുണ്ട്, 1 മണിക്കൂർ ക്ലാസ് എടുക്കുമ്പോൾ 5 മിനിറ്റ്, 1 മണിക്കൂർ ക്ലാസ്സിലെ 5 മിനിറ്റ് ഒന്നുകിൽ ഒരു കഥ പറയണം, അല്ലെങ്കിൽ ഒരു അനുഭവം പറയണം, അല്ലെങ്കിൽ ഒരു ഉപദേശം, അല്ലെങ്കിൽ ജീവിതത്തിലെ സത്യം പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക്. അത് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഈ 5 മിനിറ്റ് അതിനു വേണ്ടി മാറ്റി വെക്കണം. വളരെ നന്നായിട്ട് നമുക്ക് ജീവിതത്തെ മാറ്റാൻ സാധിക്കും. വി ക്യാൻ ബിക്കം
good, and also we can become great. അപ്പോൾ ശരിക്ക് ത്രൂ ലിസണിങ്, വാച്ചിങ്, ഡിസ്കസിങ് ആൻഡ് തിങ്കിങ് ഓഫ് സ്റ്റോറീസ് ഓഫ് എക്സ്പീരിയൻസസ്, ധാരാളം വ്യക്തികളുടെ, മൈക്കേൽ ഡെൽ എന്ന് കേട്ടിട്ടുണ്ടോ? ഡെൽ കമ്പ്യൂട്ടറിലെ മൈക്കേൽ ഡെൽ എന്ന് പറയുന്ന വ്യക്തി ആരായിരുന്നു അറിയോ? ന്യൂസ് പേപ്പർ ബോയ് ആയിരുന്നു. ന്യൂസ് പേപ്പർ വിറ്റ് $1800 കയ്യിൽ കിട്ടി. 1982 ആ $1800 തൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, എനിക്കൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കി തരണം. അപ്പൊ ആ ഫ്രണ്ട് എന്ത് പറഞ്ഞു അറിയോ? $200 കൂടി വേണം, എന്നാലേ കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കമ്പ്യൂട്ടറിന് $2000 ആണ് എന്ന് ആ വ്യക്തി മറുപടി കൊടുത്തു. ഇയാളുടെ കയ്യിൽ $200 കൊടുക്കാനില്ല. ഈ മൈക്കേൽ ഡെൽ എന്ന വ്യക്തി ആ മറ്റേ ആളോട് പറഞ്ഞു, $200 ജോലി ഞാൻ ചെയ്ത് ആ കടം വീട്ടിക്കോളാം, അതുകൊണ്ട് ഉണ്ടാക്കി. അങ്ങനെ $200 ജോലി ചെയ്ത് $1800 ന്യൂസ് പേപ്പർ വിറ്റ് കിട്ടിയ പൈസയും കൊണ്ട് ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ച് അത് റിപ്പയർ ചെയ്ത് റിവേഴ്സ് എഞ്ചിനീയറിങ്ങിലൂടെ ആ കമ്പ്യൂട്ടർ പഠിച്ച് പിന്നെ കമ്പ്യൂട്ടർ റിപ്പയർ ചെയ്യാൻ തുടങ്ങി, പിന്നെ കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ തുടങ്ങി. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ ശൃംഖലയുടെ ഒരു ഉടമസ്ഥനാണ് ശരിക്ക് ഈ മൈക്കേൽ ഡെൽ എന്ന് പറയുന്നത്. ഒരു കോളേജിൽ പോലും പോവാത്ത ആളാ, കോളേജിലെ ഡ്രോപ്പ് ഔട്ടാണ് മൈക്കേൽ ഡെൽ. ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ ഉടമസ്ഥനാണ്. അതേപോലെ വലിയ വലിയ കമ്പ്യൂട്ടർ ആൾക്കാരുണ്ട്. കമ്പ്യൂട്ടറിൽ സ്റ്റീവ് ജോബ്സ്, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ സ്റ്റീവ് ജോബ്സ് അല്ലേ? സ്റ്റീവ് ജോബ്സ് കേട്ടിട്ടുണ്ടോ? സ്റ്റീവ് ജോബ്സും യൂണിവേഴ്സിറ്റി ഡ്രോപ്പ് ഔട്ടാണ്. വലിയ ബുദ്ധിമാനൊന്നുമല്ല, പക്ഷെ ഭയങ്കര ഷാർപ്പ് ആൻഡ് ഹാർഡ് വർക്കിംഗ് വ്യക്തിയാണ്. അദ്ദേഹത്തിനും വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു സ്റ്റീവ് ജോബ്സിന്. സ്റ്റീവ് ജോബ്സിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? അദ്ദേഹം ഞായറാഴ്ച ദിവസങ്ങളിലെല്ലാം എൻ്റെ ഓഫീസിലേക്ക് വരുന്നത് മലയാളികൾ മുണ്ടുടുത്ത് പോകുന്ന മാതിരി മുണ്ടുടുത്തുകൊണ്ടാണ്. ഈ സ്റ്റീവ് ജോബ്സിൻ്റെ ആപ്പിൾ കണ്ടിട്ടുണ്ടോ? ആപ്പിൾ കമ്പ്യൂട്ടർ അത് ആര് കൊടുത്താ അറിയോ? അദ്ദേഹം എപ്പോഴും ഹിമാലയത്തിലേക്ക് വരുമായിരുന്നു. സ്റ്റീവ് ജോബ്സ് ഹിമാലയത്തിൽ വന്ന് മലയിലൂടെ നടന്നു പോകും. ഒരിക്കൽ ഹരിദ്വാറിൽ വന്ന് ഒരു ആശ്രമത്തിൽ വെറുതെ അങ്ങ് മലന്നടിച്ച് ആശ്രമത്തിലെ മണ്ഡപത്തിൽ കിടന്നു. അവിടെ ഒരു മുരാരി ബാബ എന്ന് പറഞ്ഞൊരു സന്യാസി ഉണ്ടായിരുന്നു. ആ സന്യാസി വന്ന് ഇയാളിങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് വെറുതെ ഒരു പച്ച ആപ്പിൾ എടുത്ത് കൊടുത്ത് കടിച്ച് തിന്നാൻ പറഞ്ഞു. ആ മുരാരി ബാബ കൊടുത്ത ആ പച്ച ആപ്പിള് അത് കടിച്ച് ഇങ്ങനെ കാണിക്കുന്ന ആ ആപ്പിളാണ് ആപ്പിൾ കമ്പ്യൂട്ടറിൻ്റെ ചിഹ്നമായിട്ട് വന്നിരിക്കുന്നത്. മുരാരി ബാബ കൊടുത്ത ആപ്പിളാണ്. പലരും പറയാറുണ്ട് അമേരിക്കയിലെ ഒറിഗോൺ വാലിയിലെ ആപ്പിൾ ആണെന്ന് പറയാറുണ്ട്. അല്ല, ഈ സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന ആള് നല്ലൊരു ശ്രീകൃഷ്ണ ഭക്തനാണ്. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലുള്ള ആളാണ്. പ്യൂവർ വെജിറ്റേറിയൻ ആണ്. ഞായറാഴ്ച ദിവസങ്ങളിൽ 16 മൈൽ നടന്ന് ശ്രീകൃഷ്ണന്റെ അമ്പലത്തിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ ഭയങ്കര സ്ട്രിക്റ്റാണ്. മാത്രമല്ല വളരെയധികം ഒരു ടെറിഫിക് ക്യാരക്ടറായിരുന്നു. ഒരിക്കലും വിട്ടുവീഴ്ചയില്ലാത്ത ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള വ്യക്തി. യൂണിവേഴ്സിറ്റി ഡ്രോപ്പ് ഔട്ടാണ്. യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടില്ല. ഞാൻ എന്തിനായി 2 എക്സാമ്പിൾ പറഞ്ഞറിയോ? ഒന്ന്, ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ള വ്യക്തികൾക്കും ലോകത്തിലെ നേട്ടം നേടാം. ബിൽ ഗേറ്റ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ബിൽ ഗേറ്റ്സ് പറഞ്ഞൊരു വരി ഞാൻ അടുത്ത കാലത്ത് കേട്ടു. ഞാനും എൻ്റെ കൂട്ടുകാരനും 2 പേരാണുള്ളത്. എൻ്റെ കൂട്ടുകാരൻ 10ാം ക്ലാസ് പാസ്സായപ്പോൾ അവന് റാങ്ക് ഉണ്ടായിരുന്നു. ഞാൻ നോർമലായിട്ട് പാസ്സായി. അവസാനം അവൻ +2 പാസ്സായപ്പോൾ അവന് റാങ്ക് ഉണ്ടായിരുന്നു. ഞാൻ 2nd ക്ലാസ്സിൽ പാസ്സായി. ബിടെക് അവൻ പാസ്സായപ്പോൾ അവൻ ബിടെക്കിൽ റാങ്ക് കിട്ടിയപ്പോൾ ഞാൻ ബിടെക്കിൽ തോറ്റു. അവസാനം എൻ്റെ കൂട്ടുകാരൻ
അറിയപ്പെടുന്ന ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറായി ഞാൻ ആ കമ്പനിയുടെ ഉടമസ്ഥനുമായി. അർത്ഥം മനസ്സിലായോ? നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതിന് ഒന്നാമത്തെ തെളിവാണ് ഞാൻ ഈ പറഞ്ഞത്. എനിക്ക് നിങ്ങളെ വെറുതെ ഇരിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാം. എൻ്റെ ജീവിതത്തിൽ ക്ലാസ് എടുത്തതിൽ ഒരു സന്തോഷവും ഇല്ലാത്തൊരു ക്ലാസ്സാണ് ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നത്. എങ്ങനെയെങ്കിലും ഒരു 1.5 മണിക്കൂർ തീർത്ത് ഇവിടെ നിന്ന് പോകണമെന്ന് നിങ്ങൾ എങ്ങനെയൊക്കെയോ ഇരിക്കുന്നുണ്ട്. ബട്ട് ഐ ഫീൽ സാഡ് ടു ടേക്ക് ക്ലാസ് ഹിയർ. ഐ ഫീൽ ലിറ്ററലി സാഡ്. എനിക്ക് ഒരു താല്പര്യവും ഇല്ലാതെയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ആ സമയം ഒന്ന് തീർക്കാൻ വേണ്ടി. ഐ കുഡ് സീ ഫ്രം യുവർ ഫേസ് ആൻഡ് ദ വേവ്സ് കമ്മിങ് ഫ്രം ദർ. നിങ്ങൾ താല്പര്യത്തോടു കൂടി ഇരിക്കുകയല്ല, എങ്ങനെയോ ഇരുന്ന് തരികയാണ്. അത് വേദനാജനകമായ ജീവിതത്തിലെ അനുഭവമാണ്. സെന്റ് മേരീസ് സ്കൂളിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കേണ്ടി വന്നത്. ഐ ഫീൽ സാഡ്. എന്നാലും ഞാൻ ആ വഴിപാട് അങ്ങോട്ട് തീർക്കാം. ജസ്റ്റ് ക്ലാസ് എടുക്കുക എന്നുള്ള ഒരു വഴിപാട് ഞാൻ തീർക്കാം. നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ട് അടുത്ത പ്രാവശ്യം ആൺകുട്ടികളെ മുമ്പിൽ ഇരുത്തരുത്, പെൺകുട്ടികളെ മുമ്പിൽ ഇരുത്തണം ഞാൻ വരികയാണെങ്കിൽ. ഇനി ഞാൻ തിരിച്ച് വിഷയത്തിൽ വരാം. നമ്മൾ ഈ ബിൽ ഗേറ്റ്സ്, ആ ബിൽ ഗേറ്റ്സ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു വലിയ കമ്പ്യൂട്ടർ സാമ്രാജ്യത്തിന്റെ ഉടമസ്ഥനായി. മറ്റ് പലരും അദ്ദേഹത്തിന്റെ കീഴിൽ വർക്ക് ചെയ്തു. ആ ബിൽ ഗേറ്റ്സ് യഥാർത്ഥത്തിൽ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ വലുതായിട്ട് ഇല്ലാത്ത ആളാണ്. വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാത്ത ആളാണ്. അപ്പൊ ജീവിതത്തിൽ